ഇന്ന് പഴം വെച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പേര് പഴം കൊഴുക്കട്ട അല്ലെങ്കിൽ പഴം അട എന്നെല്ലാം പറയും. ഇത് ഞാൻ ബോളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇലയിലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇത് ബോൾ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ശർക്കര, 2-3 ഈത്തപ്പഴം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ്, പിന്നെ 2-3 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളം നമ്മൾ പത്തിരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ആ ചൂടോടെ തന്നെ കുഴയ്ക്കണേ. ഇനി 2 നേന്ത്രപ്പഴം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇനി ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2-2.5 പീസ് ശർക്കര ഇട്ട് അത് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഈത്തപ്പഴവും കുറച്ച് പഴവും പിന്നെ തേങ്ങയും ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കുക. പുഴുങ്ങി വെച്ച പഴം ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാരില്ലേ അതെല്ലാം കളയണേ. കുറച്ച് നെയ്യൊഴിച്ച് മുന്തിരിയിട്ട് അതൊന്ന് ഗോൾഡൻ കളറാവുന്നത് അതും ചേർത്ത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് അതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ആക്കുക. അതിനിടയ്ക്ക് കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഞാൻ. നാരെല്ലാം പോക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പഴം പത്തിരീൻ്റെ മാവിൽ കൂടി ഒന്ന് കുഴച്ചെടുത്ത് സെറ്റാക്കുക. ഒരു ചെറിയ പത്തിരിയുടെ വലുപ്പത്തിലെടുത്ത് സെൻറ്ററിൽ തേങ്ങ വെച്ചിട്ട് ബോൾ പോലെ റൗണ്ടാക്കി ഷേപ്പാക്കി എടുക്കുക. ബോൾ പോലെയാക്കി പിടിക്കുക. ഇതേ ബോൾ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ഇത് മൂടി വെച്ചിട്ട് ആവി കൊള്ളി ഒരു 15 മിനിറ്റ് ആവി കൊള്ളിക്കണം. എന്നാൽ എല്ലാം വെന്ത് വന്നു. ഇനി നമ്മൾ കട്ട് ചെയ്യണേ. നല്ല അടിപൊളി കൊഴുക്കട്ട റെഡിയായി.